ഞാൻ പോകുന്നത് ഞങ്ങളുടെ അനുക്കുട്ടി തന്നെയാണ്. സോ ഒപ്പം തന്നെ പ്രിയങ്ക ചേച്ചിനെ കൂടി ഞാനൊന്ന് വിളിക്കുന്നു. പ്രിയങ്ക അനുവാണ് അനൗൺസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. സ്റ്റാർ ഓഫ് ദി ഇയർ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ ഡാസ്ലർ വെച്ചാണ് ഇയർ 2025. ആരാണ് അനു? അനീഷ് ടിയെ ബിഗ് ബോസ് മലയാളം. അനീഷാണ് ബിഗ് ബോസ് മലയാളത്തിലെ ഞങ്ങളുടെ അടുത്ത അവാർഡ് ഇവിടെ ഇതാ ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത്. പ്രിയങ്ക ചേച്ചി ട്രോഫി നൽകണം. പ്രിയങ്ക ചേച്ചിയാണ് ട്രോഫി നൽകുന്നത്. അടുത്തതായി ഞങ്ങളുടെ ഡാസ്ലർ വെച്ചാണ് ഗിഫ്റ്റ് നൽകുന്നത് അനുവാണ്. അനീഷിന് നൽകുന്നു. ഇനി അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകുന്നത് പ്രിയങ്ക ചേച്ചിയാണ്. യെസ് അനീഷ്, എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ? ആദ്യം തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന 99% ആളുകളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, ത്രില്ലുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു അവാർഡിന് എന്നെ പരിഗണിച്ചതിലും എനിക്കത് കിട്ടിയതിലും ഒരുപാട് എന്താ പറയുക, ഞാനിപ്പോൾ മാനം മുട്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സത്യത്തിൽ കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു അവാർഡ് ഷോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നു, ഭാവിയിലൊക്കെ എനിക്കും ഇങ്ങനെയൊക്കെ അവാർഡ് കിട്ടുമോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അടുത്ത വർഷം തന്നെ, രണ്ടാമത്തെ വർഷം തന്നെ ഈ ഒരു ഷോ നടക്കുമ്പോൾ എനിക്ക് കിട്ടി. അതിന് സന്തോഷമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിനോട് നന്ദി പറയുന്നു. കൂടാതെ അനുവിന്റെ കയ്യിൽ നിന്ന് എനിക്ക് അവാർഡ് കിട്ടിയതും ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് റിവഞ്ച് പോലെ എനിക്ക് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ, ഫണ്ണായിട്ട് പറയുന്നതാണ് കേട്ടോ. ആ ഒരു സെൻസിൽ എടുക്കണം. പിന്നെ പ്രിയങ്ക ചേച്ചി ഇത്രയും നാളത്തെ ഒരു എന്താ പറയുക, ഇത്രയും നാളത്തെ ഒരു സിനിമയിലുള്ള ആളാണ്. അപ്പോൾ സോ എനിക്ക് സന്തോഷമുണ്ട്. രണ്ട് എമിനന്റ് ലേഡീസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് എനിക്ക് അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. സ്പെഷ്യലി ഒരിക്കൽ കൂടെ പറയുന്നു, ബിഗ് ബോസ് ആണ് ആരും അറിയാതെ കിടന്ന എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ സമയത്തും എൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കും, എൻ്റെ വാക്കുകളുണ്ടായിരിക്കും, എൻ്റെ പേഴ്സണാലിറ്റിയിലുണ്ടായിരിക്കും. ഈ സുപ്രഭാതം അനു എന്ന് പറയുന്നത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ബിഗ് ബോസിൽ. അല്ല, സുപ്രഭാതം ബിഗ് ബോസിനായിരുന്നു. സുപ്രഭാതം ബിഗ് ബോസ്. അപ്പൊ അനു നിൽക്കുന്നതുകൊണ്ട് സുപ്രഭാതം അനു എന്ന് പറയാൻ പറ്റില്ല. എന്റെ ഐക്കോണിക് ഡയലോഗാണ് സുപ്രഭാതം ബിഗ് ബോസ്. അതുകൊണ്ട് അത് മാറ്റി പിടിക്കൊന്നുമില്ല. എനിക്കോട് ബിഗ് ബോസ് ആണ് ഉയരം തോന്നുന്നല്ലേ അനീഷിനെ? തീർച്ചയായിട്ടും. വേറെ എന്താണ് അനീഷിന്റെ മനസ്സിലുള്ളത്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എന്തിനോടാണ്? ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രണയം എനിക്ക് എന്നോട് തന്നെയാണ്. ഓക്കെ, സെൽഫ് ലവില് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സെൽഫ് ലവിലാണ്. സോ ഈ ഒരു മൊമെന്റിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഡിജിറ്റൽ മീഡിയ സൂപ്പർ സ്റ്റാർസിന് അറിയാണ് അനു തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം ആൾക്കാർ തെരഞ്ഞത് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒരുമിച്ചിട്ടായിരുന്നു. ഇപ്പൊ എന്താണ് കറന്റ് സ്റ്റാൻഡ്? ഫ്രണ്ട്ഷിപ്പ് ഹൗ സ്ട്രോങ് ആർ യു ഗോയിങ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിലുള്ളൂ. അത് അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അതിൽ കൂടുതൽ ഒരു ഇതിലോട്ട് പോകാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്ത അഞ്ജന മാഡം അവിടെ ഇരിക്കുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് എന്നുള്ളത്. അത് വീണ്ടും ഞാൻ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പറയാണ്, ലൈൻ കട്ട്. സോ ദാറ്റ് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. എനിക്ക് ഒളിവോ മറയോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് ഒന്നും വാരി വിതറാനായിട്ട് അറിയില്ല. സോ ഞാൻ പറയുന്നു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ്. തീർച്ചയായിട്ടും ആ പ്രൊഫഷണൽ ബന്ധം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ കാര്യങ്ങൾ ക്ലാരിറ്റിയോട് കൂടി ഇത്രയും ആളുകളുടെ മുന്നിൽ തുറന്നു പറയുമ്പോൾ അത് ഏറ്റവും നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അത് കാരണം ഞാൻ ഈ പ്ലാറ്റ്ഫോം അതിന് വേണ്ടി കൂടെ യൂസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അനുവിനെ ഇത്രയും പ്രശസ്തരാക്കിയതും പ്രേക്ഷകരാണ്, അനീഷിനെ ഇത്രയും നെഞ്ചിലേറ്റിയതും പ്രേക്ഷകരാണ്. അതുകൊണ്ട് പ്രേക്ഷകരുടെ ചോദിച്ച ഒരു റിക്വസ്റ്റ് ഞാൻ പറയുകയാണ്, വേറെ ഒന്നുമല്ല, ഇറ്റ്സ് നോട്ട് മൈ റിക്വസ്റ്റ്. ഓഡിയൻസിന്റെ സൈഡിൽ വന്ന ഒരു ചെറിയ റിക്വസ്റ്റ് ആണ്. ഒരു ചെറിയ പാട്ടിട്ടാൽ നിങ്ങൾ തമ്മിൽ ആ പ്രൊഫഷണൽ സ്നേഹം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് മൂവ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ ഇതുണ്ട്. ബോഡി ടച്ചിങ്സ് ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നോ പ്രോബ്ലം. എനിക്ക് കുഴപ്പമില്ല, നോ ഇഷ്യൂസ്. ഒരു കുഴപ്പമില്ല, യു ആർ ഗുഡ്. പ്രിയങ്ക ചേച്ചിയാണ് ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ഇവരുടെ പ്രൊഫഷണൽ സൗഹൃദത്തിന്റെ ഡെപ്ത്. ഓക്കെ, സോ അടിവരയിട്ടുകൊണ്ട് ഞങ്ങളുടെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് സക്സസ്ഫുള്ളി ഗോയിങ്. ഒരു ചെറിയ മ്യൂസിക്കിന് അങ്ങനെ സോഷ്യൽ മീഡിയ തെരഞ്ഞ രണ്ട് പേരുകളും ഒന്നിക്കുകയാണ് ഈ ഒരു വേദിയിൽ, ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് ഡാസ്ലർ വെച്ചാണ് വേദിയിൽ. മ്യൂസിക് പ്ലീസ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നു ഇവർ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നതാണെന്ന്. ഇല്ല, ഞങ്ങൾ ഇവിടെ വെച്ച് വേദിയിൽ വെച്ച് പാട്ടിട്ട് കൊടുത്തതാണ്. അതിനൊപ്പം മാത്രം ചെയ്തത്. താങ്ക് യു സോ മച്ച് ഡിയർ. ഈ ഒരു ഓപ്പൺ മൈൻഡ്നെസ് എന്ന് കീപ്പ് ചെയ്യാൻ രണ്ടുപേർക്കും പറ്റട്ടെ എന്ന് ഞങ്ങൾ വിഷ് ചെയ്യാണ്.